നമ്മുടെ PV അൻവർ MLA-ക്കെതിരെ നമ്മുടെ P. ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്താണ് മാഷെ വിശദാംശം? ഒന്നാമത് ഈ P. ശശി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കൗതുകം നിറഞ്ഞ വാർത്തയാണ്. P. ശശിക്ക് മാനമുണ്ടോ ഇല്ലേ എന്നുള്ളത് CPM തന്നെയാണ് പറയേണ്ടത്. കാരണം P. ശശിയെ മലയാളത്തിന് P. ശശിയെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി പരിചയപ്പെടുത്തിയത് മുഴുവനും മാനവും മാനനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളിലൂടെയാണ്. P. ശശിയെ കേരളത്തിൽ ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചത് കോഴിക്കോട് ഐസ്ക്രീം കേസിലാണ്. ഐസ്ക്രീം കേസിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിൽ P. ശശി വഹിച്ച പങ്ക്, അതിൻ്റെ കൂട്ടാളികളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധമൊക്കെ അന്നത്തെ അങ്ങാടിപ്പാട്ടായിരുന്നു. ഒടുവിൽ ആ കേസിൽ വളരെ പ്രമുഖരായ ചിലർ കൂടി പെടുമായിരുന്നത് രക്ഷപ്പെടുത്തിയെടുക്കാൻ മുസ്ലിം ലീഗും ശശിയും കൂടി ചേർന്ന് നടത്തിയ കളികൾ, അതിൽ EMS-നെ പോലും ഇടപെടിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ശശിയെ നമ്മൾ അറിയുന്ന ആദ്യത്തെ ഘട്ടം. അതുപോലൊരു കേസുണ്ട് മാഷെ. ഏതാ? തിരുവനന്തപുരത്തെ ഒരു സ്പിരിറ്റ് മറ്റേ കല്ലുവാതുക്കൽ മദ്യ ദുരന്തം മണിച്ചൻ. ആ കേസിലും ഇദ്ദേഹത്തിന് വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപവും ആരോപണവും ഒക്കെ ഉയർന്നിട്ടുണ്ട്. മണിച്ചനെയും വേറെ ചിലരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് പിന്നീട് തേഞ്ഞുമാഞ്ഞൊക്കെ പോയി. പക്ഷെ മണിച്ചൻ അകത്താകുകയും ചെയ്തു. അതെ. കണ്ണൂർ പൊളിറ്റിക്സിൽ MP രാഘവന് ശേഷം വളർന്നു വന്ന ഒരു വലിയ ഡീലറായിട്ട് വന്നത്, ഈ കാഴ്ചക്ക് വെക്കാൻ നമ്മൾ കാണുന്നത് പിണറായി വിജയനെയും അതിനേക്കാളും തടി കൂടി EP ജയരാജനൊക്കെ ആണെങ്കിലും ഈ ബുദ്ധി കൊണ്ട് കളിച്ചിരുന്ന മികച്ച പ്ലെയറാണ് P. ശശി എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് P. ശശിക്കെതിരായിട്ട് പാർട്ടി തന്നെ ധാരാളം ലൈംഗികമായ ആരോപണങ്ങൾ ഉൾപ്പെടെ നടപടിയെടുത്ത് പുറത്തു നിർത്തിയതാണ്, തരം താഴ്ത്തിയതാണ്. പിന്നെ ആ ശശി തന്നെ വേണ്ടി വന്നു. തിരിച്ചു അതേ ട്രാക്കിലൂടെ അതിവേഗത്തിൽ ശശിയെ തന്നെ കൊണ്ടുവന്നിട്ട് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അതേ സ്ഥാനത്ത് പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വരികയാണ്. ശശി വന്നപ്പോൾ ഡീലിങ്സ് വളരെ സജീവമാവുകയും ചെയ്തു. അന്ന് മുതലാണ് പിണറായി വിജയൻ്റെ എല്ലാ ഇടപാടുകളും സമ്പന്നമായി പുറത്തു വരാൻ തുടങ്ങിയത്. അതാണ് ശശി. അപ്പോൾ ശശിക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ കേസൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നഷ്ടപരിഹാരത്തിന് കൊടുക്കേണ്ടത് മാനത്തിനല്ല, മറ്റു പലതും അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. എന്തായാലും തമാശയാണ്. മാനനഷ്ടത്തിന് P. ശശി കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വാർത്തയാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് PV അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര MLA ആയി നിന്നുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ബോംബ് പൊട്ടിച്ച് തുടങ്ങിയത് P. ശശിയെ ഊന്നിയിട്ടാണ്. അൻവർ മലപ്പുറത്തിരുന്നു കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ MLA എന്ന നിലയിൽ മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പരിധിയിൽ നിർത്തിയിട്ട് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് വരുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ നിയന്ത്രിച്ചിരുന്ന ഒരു മാഫിയയുടെ ഭാഗമായിട്ട് അൻവർ വർദ്ധിച്ചിരുന്ന കാലം ശശി വന്നപ്പോൾ അവസാനിച്ചു എന്ന് വേണം കരുതാൻ. അന്നു മുതൽ ശശിയായി അദ്ദേഹത്തിൻ്റെ എതിരാളികൾ. ശശി ഇതേ ലോബിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഭരിക്കാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടായിരിക്കുമല്ലോ കോട്ട പോവുക. അപ്പോൾ അൻവറിന് വന്ന ഇച്ഛാഭംഗം, അൻവറിന് വരുന്ന കച്ചവട നഷ്ടം, അതായിരിക്കും അതിൻ്റെ കാരണം. എന്തായാലും ആ കേസ് ഉൾപ്പെടെ അൻവർ ആ പ്രശ്നം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, പിന്നെ അൻവർ അത് പലതരത്തിൽ വ്യാപിപ്പിച്ചു. പല ഭീകര വെർഷൻസ് ഉണ്ടാക്കി. ഒന്ന്, കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് വരുന്ന സ്വർണത്തിൻ്റെ പങ്ക് വഹിക്കുന്നു. മീൻസ് അതൊന്ന്. സ്വർണം പിടിക്കുന്നതും സ്വർണം മുക്കിക്കളയുന്നതും സ്വാഭാവികമായിട്ട്. പക്ഷേ പങ്ക് പറ്റുന്നത് ആര് എന്ന ചോദ്യത്തിലാണ് ഇവർ തമ്മിൽ തർക്കമുള്ളത്. അതിൻ്റെ കൂടെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അടുത്ത നെറേറ്റീവ് അതാണ്. മലപ്പുറത്തും മലബാറിലും ഒക്കെ വലിയ മാർക്കറ്റ് കിട്ടാൻ പിണറായി വിജയനെതിരായിട്ട് എതിരാളികൾ കൊണ്ടുവന്ന വലിയൊരു ആരോപണം പിണറായി വിജയനും RSSും തമ്മിൽ നെക്സസ് ഉണ്ട് എന്നാണ്. ആ നെക്സസ് ശക്തിപ്പെടുത്തുന്നത് P. ശശിയും അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ് സുജിത് ദാസ്, സസ്പെൻഷനിലുള്ള. അപ്പോൾ ഈ പോലീസ് ഇതിലേക്കൊക്കെ കേസ് വരികയാണ്. അപ്പോൾ ഒന്നാമത്തെ കേസ്, ശശി ഈ സ്വർണ്ണ മാഫിയയുടെ ഭാഗമാണ്, സ്വർണ്ണക്കടത്ത് മാഫിയയുടെ പങ്ക് പറ്റുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാസപ്പടിക്കാരനോ പങ്കാളിയോ ആണ്. രണ്ടാമത്തെ ആരോപണം വന്നത് ഈ RSSും CPM തമ്മിൽ ലിങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഏറ്റവും ഒടുവിലത്തെ കേസ്, ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന കേസ്, ഒരു പക്ഷേ ഈ ആദ്യത്തെ വക്കീൽ നോട്ടീസ് ശശി അൻവറിന് അയച്ചതിന് ശേഷം വന്നൊരു കേസാണ് നവീൻ ബാബുവിൻ്റെ കൊലപാതകം. PP ദിവ്യ P. ശശിയുടെ തന്നെ ഒരു ഏജൻ്റാണെന്നും അതിനപ്പുറമുള്ള ഈ P. ശശി
ദിവ്യയെ ഉപയോഗിച്ച് പലതും കണ്ണൂർ രാഷ്ട്രീയത്തിൽ നേടുന്നുണ്ടെന്നും അവിടുത്തെ ഭൂമാഫിയയുടെ ഭാഗമാണ്. അപ്പോൾ ആ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞാൽ പി ദിവ്യയുടെ കേസിലും അൻവർ ഉൾപ്പെടെയുള്ളവർ, അൻവർ മാത്രമല്ല എല്ലാവരും ഊന്നിയത് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പോലും പലതരത്തിലുള്ള പണികൾ അത് ഉറക്കെ പറഞ്ഞത് അൻവർ ആയതുകൊണ്ട് ആ കേസിലും ശശി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലുണ്ട് ശശി. ഇപ്പൊ പി ദിവ്യ ഒറ്റ പി ദിവ്യയെ സംരക്ഷിക്കുന്നത് ശശിയാണ്. ഇനിയിപ്പോ നവീൻ ബാബുവിനെ ഉപദ്രവിച്ചത്, നവീൻ ബാബുവിനെ മാനസികമായുള്ള ആഘാതം ഏൽപ്പിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നാണല്ലോ പ്രകടനം. അതിനപ്പുറത്ത് ശാരീരികമായി അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നതിൽ കൂടി അതുകൂടി ഉൾപ്പെടുന്നതാണ് ആ കേസെങ്കിൽ അതിന്റെ അന്വേഷണം വേറെ വഴിക്ക് പോകേണ്ടതാണ്. അത് എവിടെ എത്തും എന്നറിയില്ല. എന്തായാലും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പോലും ഇപ്പോൾ അവിടെ ഈ പെട്രോൾ പമ്പിനെ അപേക്ഷിച്ച ആൾക്ക് കയ്യിൽ 1 ലക്ഷം രൂപ പോലും എടുക്കാനില്ലാത്ത ആളാണ്. അയാളാണ് 23 കോടി ചെലവ്, 25 കോടി ചെലവ് വരുന്ന പെട്രോൾ പമ്പ് ബിസിനസ്സിലേക്കാണ്. അപ്പം അതിൻ്റെ പിന്നിൽ എന്തായാലും ആ പ്രശാന്ത് അല്ല എന്നും ഈ പി ദിവ്യ അല്ല എന്നും ഉന്നതന്മാരാരോ വലിയ കൈകൾ ആരൊക്കെ ഉണ്ട്. അത് കണ്ണൂരിലെ ഭൂമി ഇടപാടുകളിൽ പൈതൽ മലയിൽ വാങ്ങിക്കൂട്ടിയ ഭൂമി പി ദിവ്യയുടെ തൃച്ചംബരം ദേവസ്വത്തിന്റെ ഭൂമി കയ്യേറിയിരിക്കുന്നത്, ആറന്മുള ഫാമിലെ ഭൂമി പതിച്ചു കൊടുത്തതിൽ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് എന്ന ചോദ്യം പി ശശിയിലേക്ക് നീളുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും അല്ല പക്ഷെ ആ ആറളം ഫാമിന്റെ കാര്യത്തിലെ ചെയ്യാൻ പാടില്ലാത്ത ഗുരുതരമായ കൃത്യവിലോപം, കുറ്റകൃത്യം ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ആദിവാസിക്ക് കൊടുക്കേണ്ട ഭൂമി, ആദിവാസിക്ക് കൊടുക്കേണ്ട ജോലിയൊക്കെയാണ് അട്ടിമറിച്ച് മറ്റു പാർട്ടിക്കാർക്ക്. അതാണ് ആരോപണം, അതാണ് ആക്ഷേപം. അവിടെ അതിലിപ്പോ ഈ റവന്യൂ വകുപ്പാണ് എന്റേതാണ് ആ ഭൂമി. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. എന്തിനാണ് അങ്ങനെ ഒരു വകുപ്പ് CPI പോലുള്ള ഒരു പേര് കേട്ട പാർട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവർക്ക് റോള് കേരള ഗവൺമെന്റിൽ എന്നുള്ളതൊക്കെയാണ് ആ ചോദ്യം ഉയർത്തുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ഇതാണ്. കഴിഞ്ഞ ഒക്ടോബർ 3-നാണ് ഇപ്പോൾ അൻവറിന്റെ ഈ പൊട്ടി പ്രകടനങ്ങൾ, അൻവറിന്റെ പാർട്ടി രൂപീകരണം, അൻവറിൻ്റെ പൊട്ടിത്തെറികൾ, അൻവറിൻ്റെ ലൈവ് സമ്മേളനങ്ങൾ, അൻവറിൻ്റെ പത്രസമ്മേളനങ്ങൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ, ബാക്കിയുള്ളവരൊക്കെ ഗവൺമെന്റ് മിണ്ടിയാൽ പോരല്ലോ, വ്യക്തിപരമായി തീർച്ചയായിട്ടും മറുപടി പറയണം. അങ്ങനെ ശശി ആദ്യത്തെ നോട്ടീസ് അയക്കുന്നു ഇദ്ദേഹത്തിന്, വക്കീൽ നോട്ടീസ്. വക്കീൽ നോട്ടീസിന് 1 മാസത്തെ കാലാവധിയായിരുന്നു. ഒക്ടോബർ 3-നാണ് ആ വക്കീൽ നോട്ടീസ് അയച്ചത്. ഒക്ടോബർ 3 മുതൽ 1 മാസം കാലാവധി കൊടുത്തു. അങ്ങേയറ്റം മാനഹാനി ഉണ്ടാക്കുന്നതാണ്, പ്രകോപനപരമാണ്. അതുകൊണ്ട് ഈ പ്രസ്താവനകളൊക്കെ നിരുപാധികം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഒരു മാസത്തിനകം മാപ്പ് പറയണം. ഇല്ലെങ്കിൽ ഗുരുതര നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണല്ലോ ഒക്ടോബർ 3. ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഒക്ടോബർ 3-ൽ നിന്ന് നവംബർ 3-ലെത്തി. നവംബർ 3 കഴിഞ്ഞപ്പോഴായിരിക്കണം കേസ് നേരിട്ട് കൊടുത്തത്. ഇപ്പോൾ 2 കോടതികളിൽ ഒരുമിച്ച് കേസ്, കാരണം കേസ് നടത്താനുള്ള സൗകര്യത്തിന് തലശ്ശേരി ജുഡീഷ്യൽ കോടതിയിലും കണ്ണൂർ ജുഡീഷ്യൽ കോടതിയിലും. അത് ഇവർക്ക് ഒന്നാമത് ഈ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിന്റെ വക്കീലിനും ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ നിരന്തരം നടത്തുന്ന ശശി തന്നെ നടത്തിയിരുന്ന കേസാണ്. അദ്ദേഹത്തിന്റെ ജൂനിയർ, ശശി നല്ല അഡ്വക്കേറ്റ് ആണെന്നാണ് പൊതുവെ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ആരെങ്കിലും ആയിരിക്കുമല്ലോ കേസ് നടത്തുന്ന. ഇദ്ദേഹത്തെ കുറിച്ച് പണ്ട് SFIയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ലൊരു ഓർഗനൈസറാണ് പി ശശി ആണെന്നാണ് പറയുന്നത്. അതൊക്കെയാണ്. പിന്നെ അദ്ദേഹം ചെറുപ്പത്തിലും വളരെ സുന്ദരനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടികളുടെയൊക്കെ ഒരു ആരാധനാ പാത്രമായിരുന്നു അദ്ദേഹം, പാർട്ടിക്കുള്ളിലും രാഷ്ട്രീയ എതിരാളികളുടെ ഉള്ളിലും. ഇപ്പോൾ അന്ന് KSUവിലും ഒക്കെ ഉള്ളവർക്കും ഒക്കെ രാഷ്ട്രീയ എതിർ പാർട്ടിയിലുള്ളവർക്കും ഒക്കെ ഈ പി ശശിയോട്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പി ശശിയോട് ഒരു ആരാധന ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, കൊല്ലംകാരനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹം വളരെ സുന്ദരനാണ്, എന്താ പറയണ്ട, ഹാൻസം നമ്മൾ ഇംഗ്ലീഷിൽ പവർഫുൾ ആണ്. അതുകൊണ്ട് ആരാധന കൂടിയിട്ടുണ്ടാവുള്ളൂ, വെറുതെ ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് വളരെ ചെറുപ്പത്തിലെ ഇദ്ദേഹത്തെ കുറിച്ചുണ്ട്. ഇത് നല്ല ഓർഗനൈസറാണ്, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അത് പാർട്ടി നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി മാത്രമല്ല, പാർട്ടി നേതാക്കളും പലരും അദ്ദേഹത്തിന്റെ സേവനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ പാർട്ടിയുടെ മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത് ഈ ഏതോ കാലത്തെ പ്രാകൃതമായ അതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. പുതിയ കാലത്തെ മൊറാലിറ്റി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ പി ശശിയെ മാത്രം എന്താണ് കുറ്റപ്പെടുത്താനുള്ളത്? ഇത്തരം കാര്യങ്ങളിൽ ഈ പറഞ്ഞ ശശിക്കെതിരായി ഉന്നയിക്കപ്പെട്ട ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ ഉള്ളതിൽ കുറ്റപ്പെടുത്താൻ അർഹതയുള്ള ഒരു പാർട്ടി എവിടെ? അർഹതയുള്ള നേതാക്കൾ എവിടെ? പോളിറ്റ് ബ്യൂറോ തൊട്ട് പരിശോധിച്ചാൽ ആരാണ് ഭേദം?
നേതാക്കളോ നേതാക്കളുടെ മക്കളോ ഗുരുതരമായ ഇത്തരം കേസുകൾ എത്ര എത്ര പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതൊരു കുറ്റമായി എനിക്ക് തോന്നുന്നു. ശശിയുടെ മറ്റെല്ലാ കഴിവുകൾക്കും മുമ്പിൽ ഈ കഴിവ് ഒരു അയോഗ്യതയായി കാണേണ്ടതില്ല, അതുകൂടി യോഗ്യതയായി ചേർത്തിട്ട് പാർട്ടിക്ക് അദ്ദേഹത്തിന് പുതിയ ആദരവുകൾ കൊടുക്കുകയായിരിക്കും നന്നാവുക. ഏതായാലും നിയമത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം അൻവറിനെതിരായിട്ട് പൊരുതട്ടെ. ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് കേരളത്തിന് ഈ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള SFI കാലം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും വല്ലതുമൊക്കെ കേരളത്തിന് ചെയ്യാനും പറ്റിയ ഒരു പദവിയിലിരിക്കുന്ന ആളുമാണ് തീർച്ചയായിട്ടും പി ശശി. PV അൻവറിനെതിരെ പി ശശി മാനനഷ്ട കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കേസ് ന്യായമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം PV അൻവർ കേരളത്തെ കൊള്ള ചെയ്ത ഒരു കൊള്ളക്കാരനാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ നിലമ്പൂർ അവിടെ ഭൂമി കയ്യേറ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റേ പാർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തീർച്ചയായിട്ടും തടയണ കേസ്, എന്തൊക്കെ ആക്ഷേപങ്ങൾ നിയമത്തിലായാലും നിയമത്തിന്റെ മുമ്പിലായാലും രാഷ്ട്രീയ കളരിയിലായാലും മുട്ടേണ്ടവർ തമ്മിൽ മുട്ടട്ടെ. അതെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക. തീർച്ചയായിട്ടും.